നിങ്ങൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുമ്പോൾ കുട കയ്യിൽ കരുതുന്ന ആളാണ്. ഒരു ദിവസം നിങ്ങൾ കുട എടുക്കാൻ മറന്നുപോയി, അന്ന് മഴ പെയ്തു. ഇഫ് സംതിങ് കുഡ് ഗോ റോങ് ഇറ്റ് വിൽ ഗോ റോങ്. ഇതാണ് മർഫീസ് ലോ. പണ്ട് പരീക്ഷയ്ക്ക് പഠിക്കുമ്പം എല്ലാ ഭാഗവും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, പക്ഷേ ഒരു ഭാഗം മാത്രം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തു. കൃത്യം ആ ഭാഗം തന്നെ പരീക്ഷയ്ക്കും വരും. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? അതായത് ഒരു കാര്യം വിരുദ്ധമായി തെറ്റായി സംഭവിക്കാനൊരു സാധ്യതയുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് ഈ ലോ പറയുന്നത്. 1949 US എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ എഡ്വേർഡ് എ മർഫി, അദ്ദേഹം ഒരു പരീക്ഷണം നടത്തുന്ന സമയത്ത് അതിൻ്റെ സെൻസേഴ്സൊക്കെ കുറച്ച് തെറ്റായിട്ടൊക്കെ വെച്ചതിൻ്റെ ഭാഗമായിട്ട് ആ പരീക്ഷണം പരാജയപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്താണ് അദ്ദേഹം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്, ഇഫ് സംതിങ് ക്യാൻ ബി ഗോൺ റോങ് ഇറ്റ് വിൽ ഗോ റോങ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ രസകരമായിട്ടുള്ള കുറേ ലോസ് വേറെയുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാഫിക് ലോ, അതായത് നമ്മൾ പോകുന്ന ഒരു ലൈനിൽ മാത്രമായിരിക്കും ട്രാഫിക്, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരു വഴിക്ക് മാത്രമായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വണ്ടിക്ക് മാത്രമായിരിക്കും പ്രശ്നം എന്നുള്ള രീതിയിൽ. പിന്നെ ഒന്നാണ് ടോസ്റ്റ് ലോ, അതായത് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മൾ ഒരു സൈഡിൽ ബട്ടർ പുരട്ടിയിട്ട് നമ്മൾ അത് നിലത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം സമയത്തും അതിൻ്റെ ബട്ടർ പുരട്ടിയ സാധനമായിരിക്കും നിലത്തടിച്ച് വീഴുക എന്നുള്ളതാണ് ടോസ്റ്റ് ലോ. പിന്നെ ഒന്ന് ടെക് ലോ ഉണ്ട്, അതായത് കമ്പ്യൂട്ടർ പോലത്തെ ടെക്നോളജിക്കൽ സാധനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. എപ്പോൾ വരെ ഒരു സൂപ്പർവൈസർ ആരെങ്കിലും വന്ന് നോക്കുന്നത് വരെ സിസ്റ്റം ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് ടെക് ലോ. എക്സാം ലോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, പഠിക്കാതെ സ്കിപ്പ് ചെയ്തിട്ടുള്ളൊരു സംഗതി മാത്രം എക്സാമിന് വരുന്നു എന്ന് പറയുന്നത്. മറ്റൊന്ന് ലോസ്റ്റ് ഐറ്റം ലോ ആണ്, അതായത് എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് നമ്മളതിന് പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ടൊരു സാധനം വാങ്ങിച്ചു. ആ റീപ്ലേസ്മെൻറ്റ് വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തൊട്ടടുത്ത നിമിഷം ആ നഷ്ടപ്പെട്ട സാധനം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നുള്ളതാണ്. വളരെയധികം റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മറ്റൊരു സംഗതി ഫോൺ ലോ ആണ്. അതായത് നമ്മുടെ ഫോണിൽ എല്ലാ ദിവസവും എപ്പോഴും എല്ലാ സമയത്തും നമ്മുടെ ഫോണിൽ ഫുൾ ബാറ്ററി ആയിരിക്കും, പക്ഷേ എന്തെങ്കിലും ഒരു എമർജൻസി വരുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ ബാറ്ററി ലോ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ കുറേ സംഗതികളൊക്കെ വളരെ രസകരമായിട്ടുള്ള സംഗതികളും അനുഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. ഇതിനെയൊക്കെയാണ് മർഫീസ് ലോ പ്രൈമറിലി അറ്റൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ മറ്റൊരു രീതിയിലും കൂടെ നമുക്കിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തത് കൺഫർമേഷൻ ബയാസ് ആണ്. അതായത് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷനെ നമ്മൾ ഊട്ടി ഉറപ്പിക്കുന്ന സംഭവങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കുടയുടെ അംബ്രല്ലയുടെ എക്സാമ്പിൾ പറഞ്ഞല്ലേ, അപ്പോൾ നമ്മൾ ഈ കുട എടുത്തുകൊണ്ട് പോയ ദിവസങ്ങളിൽ മഴ പെയ്തിട്ടുണ്ടാവും, കുട എടുത്തിട്ട് പോകാതിരുന്ന ദിവസങ്ങളിൽ മഴ പെയ്യാതെ ഇരുന്നിട്ടുണ്ടാവും. പക്ഷേ ഏതോ ഒരു ദിവസം മഴ പെയ്ത ഒരു സംഗതിയുമായിട്ട് നമ്മളിതിനെ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്നതാണ്. അതുപോലെ തന്നെ നെഗറ്റിവിറ്റി ബയാസും ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഇൻസിഡൻസിൽ ഭൂരിഭാഗം ശതമാനവും നമ്മൾ നെഗറ്റീവ് ഇൻസിഡൻസിനെ ഓർത്ത് വെക്കും എന്നുള്ളൊരു സംഗതിയും കൂടെ ഒരു മനുഷ്യ സ്വഭാവത്തിലുണ്ട്. മറ്റൊന്ന് പ്രോബബിലിറ്റി ആൻഡ് കോംപ്ലക്സിറ്റിയാണ്. അതായത് എത്ര കണ്ട് കോംപ്ലക്സ് ആയിട്ടാണോ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ഒരു ഫങ്ഷനിങ് നടക്കുന്നത്, അതിനനുസരിച്ച് തന്നെ അവിടെ ഒരു ചെറിയ തെറ്റുകൾ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ല, അത് ഭയങ്കര കോംപ്ലക്സ് സിസ്റ്റമോ ഒരു സിമ്പിൾ മെക്കാനിസം അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തെറ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഓഫ് എ ഹ്യൂമൻ ബീയിങ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ എത്ര കണ്ട് നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ വെക്കുന്നോ അതിനനുസരിച്ച് വളരെ ചെറിയ ചെറിയ സംഗതികൾ പോലും നമുക്കൊരു വലിയ ഡ്രമാറ്റിക് ഇൻസിഡൻ്റ് ആയിട്ട് തോന്നും എന്നൊരു സംഗതിയും കൂടെ. ഈ മർഫീസ് ലോൻ്റെ ഒരു റിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാം ഇവിടെ തെറ്റായി സംഭവിക്കുമെന്നോ ഇതൊരു നെഗറ്റിവിറ്റി ലോ ആണെന്നൊന്നും ഉള്ളതൊന്നുമല്ല. മറിച്ച് തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികതയാണ്. മിസ്റ്റേക്സ് ഉണ്ടാവും, തെറ്റുകളുണ്ടാവും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ബി റെഡി ടു ഫേസ് ഇറ്റ്. അപ്പോൾ അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രോ ആക്റ്റീവായിട്ട് അതിനെ മറികടക്കാനുള്ള ഒരു വിഷൻ നമുക്ക് ഉണ്ടാവണം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ മർഫി അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ഇഫ് തിങ്സ് ക്യാൻ ഗോ റോങ് ഇറ്റ് വിൽ ഗോ റോങ്, ബി റെഡി വിത്ത് യുവർ പ്ലാൻ ബി. ഇതാണ് മർഫീസ് ലോയുടെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. സീ യു ഇൻ അനദർ വീഡിയോ.